മോദിയുടെ ഭരണത്തിൽ ഇന്ത്യ തൊഴിൽ ദാരിദ്ര്യ രാജ്യമായി മാറിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. UDF ആലത്തൂർ ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മലമലമുക്കിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവരെ കഴുകി വെളുപ്പിക്കുന്ന യന്ത്രമായി മോദി സർക്കാർ മാറിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എതിർക്കുന്നവരെ തേടിപ്പിടിച്ച് ശിക്ഷിക്കുന്ന രീതിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. CPM BJP അന്തർധാര ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പോടെ പിണറായി മോദി സർക്കാരുകൾ രാജ്യത്തുണ്ടാകില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഘടകകക്ഷികളെ ഒപ്പം ചേർത്ത് നിർത്തി വിജയിച്ച് കോൺഗ്രസ് രാജ്യത്തെ മതേതര രാഷ്ട്രമാക്കി നിലനിർത്തുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു ഗവൺമെന്റാണ്. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ ഒന്നുപോലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ പുതിയ പുതിയ ഗ്യാരണ്ടികളെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം, രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത തൊഴിലില്ലായ്മയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മോഡി ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ നൽകിയ ഗ്യാരണ്ടി 1 വർഷം ഞാൻ 2 കോടി ആളുകൾക്ക് ജോലി കൊടുക്കും എന്നാണ്. തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ ലോകത്തെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ് സത്യം. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു. മോഡി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് 1 ലിറ്റർ പെട്രോളിനും ഡീസലിനും 35 രൂപ വെച്ച് നൽകുമെന്നാണ്. ഇന്ന് പെട്രോളിനും ഡീസലിനും 100 രൂപയിൽ കവിയുന്നു. മൻമോഹൻ സിംഗ് രാജ്യം ഭരിച്ചപ്പോൾ ഗ്യാസ് കുറ്റിക്ക് 1-ന് 400 രൂപയായിരുന്നെങ്കിൽ ഇന്ന് 1100-ഉം 1200-ഉമായി കുതിക്കുന്നു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അധ്യക്ഷനായി. തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, ആലത്തൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, മുൻമന്ത്രി VC കബീർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് VS വിജയരാഘവൻ, ഘടകകക്ഷി നേതാക്കളായ ജോബി ജോൺ, MA ജബ്ബാർ, സുരേഷ് വേലായുധൻ, അനിൽകുമാർ, മോഹനൻ കാട്ടാശ്ശേരി, വേണു കോങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.